അധികാരമാണല്ലോ എല്ലാത്തിനും പ്രശ്നം. പ്രത്യേകിച്ചും ഈ ആദ്യമായിട്ട് അധികാരത്തിലേക്ക് വരുമ്പോൾ അതിൻ്റേതായ ഒരു പ്രശ്നങ്ങളുണ്ടാവും. ആക്ച്വലി ജനറൽ സെക്രട്ടറിക്കാണ് പരമാധികാരം ഈ ഓർഗനൈസേഷൻ്റെ. അതുകൊണ്ട് പ്രസിഡന്റ് അറിയണമെന്നില്ല, പക്ഷേ അറിയിക്കേണ്ടതാണ് അതിൻ്റെ മര്യാദ. അറിയിക്കേണ്ടത് പ്രസിഡന്റിന് മാത്രമല്ല, എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർമാരൊക്കെ അറിയിക്കണ്ടേ. ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഒരാളെ പറ്റി പരാതി ഉന്നയിക്കാമല്ലോ, ആരോപണങ്ങൾ ഒക്കെ ഉന്നയിക്കാം. അങ്ങനെ ശരിക്കുള്ള പരാതിയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ആ കുട്ടി പോലീസ് സ്റ്റേഷനിലാണ് കംപ്ലയിൻറ്റ് ചെയ്യേണ്ടത്, ഈ സംഘടനയിലല്ല. ഒരാൾ വർഗീയവാദി എന്നൊക്കെ വിളിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ക്രൈം. ഇപ്പോൾ ഈ അമ്മയിൽ അൻസിബയുടെ രാജിക്ക് ശേഷം നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പലരും ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ അമ്മയിലെ പ്രശ്നം എന്നാണ് മനസ്സിലാക്കുന്നത്? അമ്മയിൽ അതിൽ സംഘടനാപരമായിട്ട് കുറേ പ്രശ്നങ്ങളുണ്ടെന്നാണല്ലോ ഇപ്പോൾ മനസ്സിലാകുന്നത്. അൻഷിബ രാജിവെക്കുന്നു, ഓരോരുത്തരായിട്ട് ഓരോരോ ആരോപണങ്ങൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു. ഞാൻ കഴിഞ്ഞ 2 മാസമായിട്ട് ഒരു എന്താ പറയുക, പേഴ്സണലായ ഒരു ആവശ്യത്തിന് വേണ്ടി ലീവിലായിരുന്നു. അതുകൊണ്ട് 2 എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിങ്ങുകളിലേക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ അടുത്ത എക്സിക്യൂട്ടീവ് മീറ്റിംഗ് ഇപ്പോൾ അടുത്തുണ്ട്, ഈ മാസം അവസാനം ഉണ്ടാവും, ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിൽ നിർണായകമായ ചില തീരുമാനങ്ങൾ ഉണ്ടാവും എന്ന് വിചാരിക്കാം. കാരണം ഈ രാജിക്ക് പിന്നിൽ എന്താണ്, രാജി വെച്ച കാര്യം തന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ് അറിയുന്നത് വളരെ വൈകിട്ടാണ്. അപ്പോൾ ചില രേഖകൾ ചോർന്നതൊക്കെ ഞാൻ മീഡിയയിൽ കണ്ടു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഉള്ളൊരു കാര്യമായ ഡിസ്കഷൻ ഉണ്ടാവും. അതിലിപ്പോൾ ഈ അമ്മയുടെ പ്രസിഡൻറ്റും അമ്മയുടെ ജനറൽ സെക്രട്ടറിയും തമ്മിലൊരു അധികാര വടംവലി ഉണ്ടെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ 2 പേരിൽ ആർക്കാണ് യഥാർത്ഥ അധികാരം? ജനറൽ സെക്രട്ടറിക്കാണോ പ്രസിഡൻറ്റിനാണോ? അത് ബൈലോ പ്രകാരം നിശ്ചിതമാക്കിയ അധികാരം ഇല്ലേ അവിടെ? അധികാരമാണല്ലോ എല്ലാത്തിനും പ്രശ്നം. പ്രത്യേകിച്ചും ഈ ആദ്യമായിട്ട് അധികാരത്തിലേക്ക് വരുമ്പോൾ അതിൻ്റേതായ ഒരു പ്രശ്നങ്ങളുണ്ടാവും. ആക്ച്വലി ജനറൽ സെക്രട്ടറിക്കാണ് പരമാധികാരം ഈ ഓർഗനൈസേഷൻ്റെ. അവിടുത്തെ ഒരാളെ അപ്പോയിൻ്റ് ചെയ്യണമെങ്കിലും ഒരു സ്റ്റാഫിനെ അപ്പോയിൻ്റ് ചെയ്യണമെങ്കിലും പിരിച്ചു വിടണമെങ്കിലും അവിടുന്ന് ഒരു സാധനം നഷ്ടപ്പെട്ടാലും ഒരു പുതിയ സാധനം വാങ്ങിക്കുകയാണെങ്കിൽ എന്താണെങ്കിലും ജനറൽ സെക്രട്ടറിയാണ് ഇത് ഫൈനൽ അതോറിറ്റി. എന്നാൽ പ്രസിഡൻ്റാണ് അത് ഡയസിൽ എപ്പോഴും കാര്യങ്ങൾ ലീഡ് ചെയ്യുന്ന ആളും ഒരു എന്താ പറയുക അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ആൾ. അപ്പോൾ ശരിക്കും അധികാരം ജനറൽ സെക്രട്ടറിക്കാണ്. ആക്ടിംഗ് എന്ന് പറയുന്നതിൽ ജനറൽ സെക്രട്ടറിയാണ്. ഈ പ്രസിഡന്റ് അറിയാതെ ഓഫീസിൽ പല കാര്യങ്ങളും നടന്നു, അവിടുത്തെ അഡ്വക്കേറ്റ് നിയമനം ഉൾപ്പെടെ നടന്നു എന്നൊക്കെയാണല്ലോ പ്രസിഡന്റിൻ്റെ തന്നെ പരാതി ഉള്ളത്. അത് ഞാൻ പറഞ്ഞില്ലേ, പ്രസിഡന്റിനല്ല ഈ അപ്പോയിൻറ്റ് ചെയ്യാനും ഡിസ്മിസ് ചെയ്യാനൊക്കെ ഉള്ള അധികാരം ജനറൽ സെക്രട്ടറിക്കാണുള്ളത്. അതുകൊണ്ട് പ്രസിഡന്റ് അറിയണമെന്നില്ല, പക്ഷേ അറിയിക്കേണ്ടതാണ് അതിൻ്റെ മര്യാദ. അറിയിക്കേണ്ടത് പ്രസിഡന്റിന് മാത്രമല്ല, എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർമാരൊക്കെ അറിയിക്കണ്ടേ. ഒരു വനിത പ്രസിഡൻ്റായി വന്നിട്ട് പരാതി ഉന്നയിക്കുന്നത് മറ്റൊരു വനിത തന്നെയാണ്. ആ വനിതയ്ക്ക് പരാതി വേറൊരു വനിതയെക്കുറിച്ചാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ വനിത അധ്യക്ഷയായതുകൊണ്ട് മാത്രം വനിതകളുടെ സ്ത്രീ അംഗങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല എന്നുള്ളതാണല്ലോ മനസ്സിലാക്കുന്നത്. ഞാൻ പറയാം, ഒരു പേരിന് ഇപ്പോൾ ഒരു വനിത അധികാരത്തിൽ വന്നതുകൊണ്ട് വനിതകളെ മനസ്സിലാക്കണമെന്നില്ല, ഒരു പുരുഷൻ വന്നതുകൊണ്ട് പുരുഷന്മാരെ മനസ്സിലാക്കണമെന്നില്ല. ആ അധികാരത്തിൽ ഇരിക്കുന്ന ആൾക്ക് വിവേചന അധികാരമുണ്ടോ, വിവേചന ബുദ്ധിയുണ്ടോ, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടോ എന്നുള്ളത്. ആണായാലും പെണ്ണായാലും, ഇപ്പം ഇന്ദിരാഗാന്ധി ഭരിച്ച നാടല്ലേ ഇന്ത്യ, എത്രയോ സ്ത്രീകൾ വലിയ വലിയ പൊസിഷനിൽ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സ്ത്രീകളായതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, പുരുഷനായതുകൊണ്ടുമില്ല. കാര്യങ്ങൾ മനസ്സിലാക്കാനും അതിനനുസരിച്ചിട്ട് ഇടപെടാനും പറ്റണം. അൻസിബ ടിനി ടോമിനെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം അവരെ ജിഹാദി എന്ന് വിളിച്ചെന്ന് ഉൾപ്പെടെയുണ്ട്. അപ്പോൾ അവിഹിത കഥകൾ പറഞ്ഞു നടന്നു എന്നുള്ളതുണ്ട്. അപ്പം ഗൗരവത്തിലുള്ള പരാതിയാണല്ലോ അത്. ഇതൊക്കെ പരാതികളാണ്. ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഒരാളെ പറ്റി പരാതി ഉന്നയിക്കാമല്ലോ, ആരോപണങ്ങൾ ഒക്കെ ഉന്നയിക്കാം. അങ്ങനെ ശരിക്കുള്ള പരാതിയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ആ കുട്ടി പോലീസ് സ്റ്റേഷനിലാണ് കംപ്ലയിൻറ്റ് ചെയ്യേണ്ടത്, ഈ സംഘടനയിലല്ല. ഒരാൾ വർഗീയവാദി എന്നൊക്കെ വിളിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ക്രൈം. അപ്പോൾ അത് പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യുകയും പോലീസാണ് കേസെടുക്കേണ്ടത്. അതിൽ മറുപടി പറയേണ്ടത് നിയമപരമായിട്ട് ടിനി ടോമാണ്. അല്ലാതെ സംഘടനയിൽ പരാതി പറഞ്ഞിട്ട് സംഘടനയ്ക്ക് പരിഹരിക്കേണ്ട ഒരു വിഷയമല്ല അത്, അല്ലേ? അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ക്ഷേത്രത്തിൻ്റെ സ്പോൺസർഷിപ്പ് സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. അതിലെന്തെങ്കിലും ക്രമക്കേട് അല്ലെങ്കിൽ അതിലാദ്യം കുറച്ച് ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു, വേണോ വേണ്ടതെന്നൊക്കെ ഉള്ളത്. പിന്നെ ഇതൊരു ചാരിറ്റബിൾ ഓർഗനൈസേഷനാണ്. ഇത് ഫെഫ്ക പോലത്തെ ട്രേഡ് യൂണിയൻ സംഘടനയല്ല. ഇപ്പോൾ ട്രേഡ് യൂണിയൻ സംഘടനയ്ക്ക് ചില ക്ഷേത്രങ്ങളോടോ അല്ലെങ്കിൽ പള്ളി കമ്മിറ്റികളോടോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സഭകളോടോ പണം വാങ്ങുന്നതിൽ നമുക്ക് എന്തെങ്കിലും ശരിയല്ല എന്ന് പറയാം. ദിസ് ഈസ് എ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ. ഇതിൽ 506 മെമ്പർമാരുള്ള ഈ സംഘടനയിൽ 100-ലധികം പേർക്ക് ഞങ്ങൾ മാസം പെൻഷൻ കൊടുക്കുന്നു, തീരെ അവശരായ കലാകാരന്മാർക്ക്. അതിലധികം പേർക്ക് മെഡിസിൻ കൊടുക്കുന്നു. അതിന് 3 ലക്ഷം രൂപയോളം മാസം മെഡിസിൻ വരും. അപ്പോൾ നമ്മളിപ്പം മദർ തെരേസയുടെ സംഘടനയിലേക്ക് കള്ളക്കടത്തുകാർ സംഭാവന ചെയ്യുന്നുണ്ട്, പള്ളിക്കാർ സംഭാവന ചെയ്യുന്നുണ്ട്, നല്ലവർ സംഭാവന ചെയ്യുന്നുണ്ട്, ടാറ്റ സംഭാവന ചെയ്യുന്നുണ്ട്. അതുപോലെ ഞങ്ങളിത് സംഭാവനയായിട്ടാണ് കൂട്ടിയിട്ടുള്ളത്.
അല്ലാതെ ആ അമ്പലം സ്പോൺസർ ചെയ്യുന്നു അമ്മയെ എന്നുള്ള രീതിയിലല്ല. അവർ നമുക്ക് ഡൊണേഷനായിട്ട് തരുന്നു. അത് അവരല്ല, ഇനിയിപ്പം ഒരു ഞങ്ങളുടെ ക്രിസ്ത്യൻ പള്ളികൾ ആരെങ്കിലും കൊടുക്കുകയാണെങ്കിൽ നമ്മൾ വാങ്ങും. കാരണം ഇതൊരു ചാരിറ്റബിൾ ഓർഗനൈസേഷനാണ്, അതുകൊണ്ടൊരു തെറ്റുമില്ല. എന്ത് പരിഹാരമാണ് കാണുന്നത്? ഒരു പുനഃസംഘടനയാണോ, അല്ലെങ്കിൽ നിലവിലുള്ള കമ്മിറ്റി വെച്ചുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു അമിക്കബിൾ സെറ്റിൽമെൻ്റ് ആണോ? നിലവിലുള്ള കമ്മിറ്റി തന്നെ വെച്ചിട്ട് തീർക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഇത് പരസ്പരം പറഞ്ഞാൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ, മനസ്സിലാവുന്ന ആൾക്കാരേ ഉള്ളൂ. ചിലർ പിന്നെ വാശി പിടിക്കും എന്നുള്ളൂ. അപ്പോൾ അവരെ കർശനമായിട്ട് പ്രസിഡൻറ്റോ സെക്രട്ടറിയോ അവരുടെ അധികാരം ഉപയോഗിച്ചിട്ട് അവരെ നിയന്ത്രിക്കുക. അതിനുള്ള കഴിവ് അവർ കാണിച്ചാൽ സംഘടന മുന്നോട്ട് പോകും. ഈ സംഘടന നശിക്കരുതെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട്. സംഘടന ആവശ്യമില്ല, പുനഃസംഘടന ആവശ്യമില്ല. പുനഃസംഘടനയ്ക്ക് ഇനി കുറേ ഫോർമാലിറ്റീസ് ഉണ്ട്. നമ്മൾ സംഘടന പിരിച്ചു വിടണം, വീണ്ടും ജനറൽ ബോഡി വെക്കണം, പിന്നെ 2 മാസം കഴിഞ്ഞ് തിരഞ്ഞെടുപ്പ് നടത്തണം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ വലിയ അപകടകരമായ സിറ്റുവേഷനിലൊന്നുമല്ല പെടുന്നത്.